നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വെയ്റ്റ് ലോസ് ജേണിയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ കൂടുതലായി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് എൻ്റെ വെയ്റ്റ് ലോസിനെ പറ്റിയും വീണ്ടും വെയ്റ്റ് ഗെയിൻ ആയതിനെ പറ്റിയും ഞാൻ അനുഭവിക്കുന്ന അസുഖങ്ങളെ പറ്റിയൊക്കെയാണ്. എൻ്റെ അതേ അനുഭവമുള്ളവരും എൻ്റെ അതേ സിറ്റുവേഷനിൽ കൂടെ പോകുന്നവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ക്ഷമയാണ് വേണ്ടത്. നമുക്ക് ക്ഷമയോടുകൂടി മാത്രമേ എന്ത് കാര്യവും നേടാൻ സാധിക്കുകയുള്ളൂ. ഈ 80 kg 100 kg 100 എബോവ് ഉള്ള ആൾക്കാർക്കൊന്നും എടുപിടിയെന്നൊന്നും നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊരു കുറുക്കും വഴിയോ ഒരു തേച്ചു മാച്ച് കളയുന്ന വിദ്യകളോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാവകാശം നമ്മൾ എല്ലാ രീതിയിലും ഡയറ്റ്, എക്സസൈസ്, നമ്മളുടെ മെൻ്റൽ കൺട്രോള് എല്ലാം വരുത്തി നമുക്ക് സാവകാശം നമ്മുടെ ടാർഗറ്റിലെത്താൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് കുറുക്ക് വഴികളൊക്കെ നോക്കി പരാജയപ്പെട്ട ആളാണ് ഞാൻ. അതുകൊണ്ടും കൂടാണ് പറയുന്നത്. പിന്നെ ഒരുപാട് ഓവർ വെയ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ആദ്യമൊന്നും ചാടിക്കറി എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം എന്നെപ്പോലെ തന്നെ 100 എബോവ് ഉള്ളവർക്കൊന്നും പെട്ടെന്നൊന്നും ശരീരം വഴങ്ങില്ല എല്ലാ എക്സസൈസിനൊന്നും. അപ്പം മിനിമം രാവിലെയും വൈകിട്ടും ഒരു 10 മിനിറ്റ്സ് നമുക്ക് വീടിൻ്റെ അകത്തോ മുറ്റത്തോ ഒക്കെ ഒന്ന് പയ്യെ നടന്ന് ശരീരത്തിനൊരു മൂവ്മെൻറ്റ് കൊടുക്കുക. ഒരു 10 to 15 മിനിറ്റ്സൊക്കെ രാവിലെയും വൈകിട്ടും. അങ്ങനെ ആകുമ്പം തന്നെ 30 മിനിറ്റ്സോ 20 മിനിറ്റ്സോ ഒക്കെ ആവുമല്ലോ. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. അക്കോർഡിംഗ് ടു യുവർ ബോഡി വെയ്റ്റ് നമുക്ക് 80-90 kg ഒക്കെ ഉള്ളവർക്ക് 3 to 4 ലിറ്റർ കുടിക്കണം. 100 എബോവ് ഉള്ളവർ 4 ലിറ്റർ കുടിക്കണം എന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അറിവുകൾ പറയുന്നതൊക്കെ നമ്മൾ സ്വീകരിക്കുക. പിന്നെ നൈറ്റ് നന്നായി ഉറക്കം വേണം. 8 അവേഴ്സെങ്കിലും മിനിമം നമുക്ക് നല്ല സ്ലീപ്പ് വേണം. അത് എല്ലാ ഡോക്ടേഴ്സും എല്ലാവരും പറയുന്നതാണ്. ഉറക്കത്തിലൂടെ നമ്മുടെ ഹോർമോൺ ലെവലുകളൊക്കെ ഒരുപാട് നോർമലാകാൻ സഹായിക്കും നമ്മുടെ നല്ലൊരു ഉറക്കമുണ്ടെങ്കിൽ തന്നെ. പിന്നെ സ്ക്രീൻ ടൈം രാത്രിയിലുള്ളത് കുറയ്ക്കുക. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല, അത് 100% ഉറപ്പാണ്. പിന്നെ എല്ലാം മനസ്സുകൊണ്ട് നമ്മളൊന്ന് പ്രിപ്പയർ ആകുക. ഫുഡ് എല്ലാ കാര്യങ്ങളും ചാടിക്കയറി ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇത്രയും നാളും യൂസ്ഡായ ഒരു കാര്യം ബോഡി പെട്ടെന്ന് അങ്ങ് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെൻ്റലി നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയിപ്പോവും. അത് വേണ്ട. നമുക്ക് സാവകാശം ഒരുമിച്ച് പയ്യെ മുന്നേറാം. ഏതായാലും നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായി വെള്ളം കുടിക്കുക, നന്നായി ഉറങ്ങുക. രാവിലെയും വൈകിട്ടും 10 to 15 മിനിറ്റെങ്കിലും വാക്കിംഗ്, നമ്മളാൽ കഴിയുന്ന രീതിയിൽ മൂവ്മെൻ്റ് ഉണ്ടാക്കുക. പിന്നെ വീട്ടുജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നവരെല്ലാം ചെയ്യുക. ഈ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിലോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് തുടങ്ങുക. നമ്മുടേതായ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വലിയ റിസൾട്ടുകൾ തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും സന്തോഷമായിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഇനിയും കാണാം. ബൈ.